ഹായ്, ഞാൻ റാശി. പോസ്റ്റർ ക്രിയേറ്റിംഗ് ട്യൂട്ടോറിയലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു മജ്ലിസിന്നൂർ പോസ്റ്ററാണ്. ഇത് ബേസിക് വെച്ച് നമുക്ക് ഒരുപാട് സ്കൂളിലെ വർക്ക്, മദ്രസയിലെ വർക്ക്, അങ്ങനത്തെ ഒരുപാട് പോസ്റ്റർ, ഒരു സമ്മേളനത്തിൻ്റെ വർക്ക്, അതുപോലത്തെ വർക്കുകൾ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഈ ഒരു പോസ്റ്ററാണ്. ഒരുപാട് ലെയറുണ്ട്, ഏകദേശം 40 ചില്ലറ ലെയറുള്ള ഒരു വർക്കാണ്. കുറച്ച് ടൈം എടുക്കും, അടിപൊളിയായിരിക്കും. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് പോസ്റ്റർ അടിപൊളിയായിട്ട് പോസ്റ്റർ ഉപയോഗിച്ച് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഒന്ന് ചെയ്തു നോക്കാം. A4 ക്യാൻവാസ് ഓപ്പൺ ചെയ്തു, അതിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, ഷേപ്പ് എടുത്ത് റെക്റ്റാങ്കിൾ എടുത്ത് അതിൻ്റെ സൈസൊക്കെ ഒന്ന് വലുതാക്കി അതിന് താഴേക്ക് കൊണ്ടുവന്നു അതിനൊരു കളറൊക്കെ കൊടുക്കുക. കളർ ടൂൾ എടുത്ത് കളർ കൊടുത്തു. ബ്ലർ ടൂൾ എടുത്ത് ബ്ലർ ചെയ്തു. ഒപ്പാസിറ്റി ഒന്ന് കുറച്ചു, ഒരു 18-19 ലെവലിൽ ഒപ്പാസിറ്റി കൊടുത്തു. പിന്നീട് നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലൈബ്രറി പോയി റിലീജിയൻസ് എന്ന ഈ ഓപ്ഷൻ ഓപ്പൺ ചെയ്യാം. അതിൽ നിന്ന് ഈ ഒരു ഇമേജ് നമ്മൾ പിക്ക് ചെയ്യാണ്. അത് ആഡ് കൊടുത്ത് അതിന് ബ്ലെൻഡിങ് മോഡ് പോയി ഒരു ഗ്രീൻ കളർ കൊടുക്കാം. എന്നിട്ട് അതിനൊന്ന് ബ്ലർ ചെയ്തെടുക്കുന്നുണ്ട്. അതിനെ ടൂൾ എടുത്ത് ഒപ്പാസിറ്റി കുറച്ച് അതിനോട് താഴെ ഇവിടെ ആക്കി. ഇനി നമ്മൾ പോസ്റ്റർ ടൂളിൻ്റെ ലോഗോ കൊണ്ടുവരികയാണ്. അതിന് നമ്മൾ ബ്ലെൻഡിങ് മോഡ് പോയി കളർ മാറ്റണം. രണ്ടിനെയും ബ്ലെൻഡിങ് മോഡ് പോയി കളർ ചേഞ്ച് കൊടുത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണം. ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് അതിനും ഗ്രീൻ കളർ തന്നെ കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ബോൾഡ് ചെയ്യുന്നുണ്ട്. അതും കൊടുത്തു. ഇനി നമ്മൾ മുകളിൽ കൊടുത്ത ലോഗോ കൊടുക്കാൻ ആ ലോഗോയും ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്തു. അതും സ്കെയിൽ ടൂൾ ഉപയോഗിച്ച് ചെറുതാക്കി പ്ലേസിലേക്ക് കൊണ്ടുവന്നു. അതിന് നമ്മൾ കുറച്ച് ഒപ്പാസിറ്റി കുറക്കുന്നുണ്ട്. അപ്പോൾ അതും റെഡിയായി. ഇനി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഷേപ്പ് എടുത്ത് റെക്റ്റാങ്കിൾ എടുത്ത് ആ റെക്റ്റാങ്കിളിൻ്റെ സൈസ് ചെറുതാക്കി ഒരു ലൈൻ പോലെ കിട്ടണം നമുക്ക്. അതിനും ഗ്രീൻ കളർ കൊടുത്ത് ഒന്നുകൂടി സൈസ് നമ്മൾ ചെറുതാക്കും. മൗണ്ട് ടൂൾ എടുത്ത് കറക്റ്റ് പ്ലേസിലേക്ക് കൊണ്ടുവന്നു. ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഇതിൻ്റെ ഈ സൈഡിൽ വെച്ചു. അങ്ങനെ മുകളിലെ സെക്ഷൻ നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഷേപ്പ് എടുത്ത് വീണ്ടും റെക്റ്റാങ്കിൾ എടുത്ത് കുറച്ച് വലുതാക്കി അതിന് നമ്മൾ ഗ്രീൻ കളർ കൊടുത്ത് പിന്നീട് ബോർഡർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി റെഡ്യൂസ് ബോർഡറിൽ പോയി നമ്മൾ
100% കൊടുക്കുകയാണ്. 100 കൊടുത്ത് അങ്ങനെ അതിനെയും പ്ലേസ്മെൻറ്റ് ചെയ്തു. പിന്നീട് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് നമ്മൾ അല്പം ഒന്ന് താഴ്ത്തി വെച്ച് അതിന് വൈറ്റ് കളർ കൊടുത്ത് നമ്മൾ ഈ ലെയറിന് താഴേക്ക് അതിനെ കൊണ്ടുവന്ന് വന്നു. വീണ്ടും നമ്മൾ ആദ്യത്തെ ഷേപ്പ് സെലക്ട് ചെയ്തു, ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു, അതിന് ഈ 2 ലെയറിനും താഴേക്ക് കൊണ്ടുവന്നു. അതിന് മൂവ് ടൂൾ ഉപയോഗിച്ച് ഒന്ന് താഴേക്ക് കൊണ്ടുവന്നു. എല്ലാ ഷേപ്പിനെയും നമ്മളൊന്ന് മൂവ് ടൂൾ ഉപയോഗിച്ച് അറേഞ്ച് ചെയ്യണം. അങ്ങനെ ആദ്യത് അറേഞ്ച്മെന്റ് ചെയ്തു. ഒന്നൂറൊന്ന് താഴേക്ക് ജസ്റ്റ് ഒന്ന് വീതി കൂട്ടി മൂവ് ടൂൾ ഉപയോഗിച്ച് ഓക്കെ, അതും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മജ്ലിസ് നൂർ എന്ന ടെക്സ്റ്റ് കൊണ്ടുവരികയാണ്. അതിനുവേണ്ടി നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലൈബ്രറിയിൽ പോയി ടൈപ്പോഗ്രഫി എന്നുള്ള ഓപ്ഷൻ കാണും. ഏകദേശം 161ഓളം PNG ടെക്സ്റ്റുകൾ അതിലുള്ളത്. അത് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടെക്സ്റ്റുകൾ അതിനകത്തുണ്ട്. PNG ഇങ്ങനെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൽ ലോഡ് മോർ എന്നുള്ള ഓപ്ഷൻ ചെയ്താൽ വീണ്ടും ഓപ്ഷനുകൾ വരും. ഇവിടെ മജ്ലിസ് നൂർ എന്നുണ്ട്. ഒരുപാട് PNGകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മജ്ലിസ് നൂറിനെ പിക്ക് ചെയ്ത് ആഡ് ചെയ്തു. അതിനൊന്ന് സ്കെയിൽ ടൂൾ ഉപയോഗിച്ച് ഒന്ന് ചെറുതാക്കി അതിന് നമ്മളൊരു വൈറ്റ് കളർ കൊടുത്തു. വൈറ്റ് കളർ കൊടുക്കാൻ ബ്ലെൻഡിങ് മോഡ് പോകാം. ബ്ലെൻഡിങ് മോഡ് പോയി കളർ ചേഞ്ചിൽ പോയി നമ്മൾ വൈറ്റ് കളർ കൊടുത്തു. ഓട്ടോള വെച്ച് പ്ലേസ്മെൻ്റ് ഒക്കെ ചെയ്തു. ഇനി നമ്മൾ ഇതിലേക്ക് മജ്ലിസ് നൂറിൻ്റെ ലോഗോ കൊണ്ടുവരാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇമേജ് സെലക്ട് ചെയ്ത് ഗാലറി പോയി അങ്ങനെ മജ്ലിസ് നൂറിൻ്റെ ലോഗോയും കൊണ്ടുവന്നു. അതും സ്കെയിൽ ടൂൾ ഉപയോഗിച്ച് ഒന്ന് ചെറുതാക്കിയെടുത്ത് മൂവ് ടൂൾ ഉപയോഗിച്ച് കറക്റ്റ് പ്ലേസ്മെൻറ്റ് ചെയ്യുകയാണ്. അങ്ങനെ അതും സെറ്റായി. ഇതിൻ്റെ ഒരു ഇമേജ് കൊണ്ടുവരികയാണ്. അതിനുവേണ്ടി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു അങ്ങനെ ആ ഇമേജും നമ്മൾ ഇവിടെ കൊണ്ടുവരികയാണ്. അതിനൊന്ന് സൈസൊക്കെ ചെറുതാക്കി പ്ലേസ് സെറ്റാക്കി വീണ്ടും അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നമ്മളെടുത്ത് പിന്നെ ഷാഡോ കൊടുക്കണം. ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് അതിനെ ബ്ലെൻഡിങ് ബോർഡിങ് പോയി കളർ ചേഞ്ചിൽ പോയി ബ്ലാക്ക് കളർ കൊടുത്ത് നമ്മൾ പിന്നീട് വന്ന് ബ്ലർ ചെയ്യുകയാണ്. അതിന് ബ്ലർ ചെയ്തു. ഒപ്പാസിറ്റി ഒക്കെ ഒന്ന് കുറച്ചു. ആ ലെയറിനെ നേരെ താഴേക്ക് കൊണ്ടുവന്നു മോൾ ടൂൾ ഉപയോഗിച്ച് ഒന്ന് ജസ്റ്റ് സൈഡ് ഒന്ന് അങ്ങനെ അതിനൊരു ഷാഡോ ടൈപ്പ് കൊടുത്തു. നമ്മൾ മജ്ലിസിനോട് ഒന്നുകൂടെ ഒന്ന് സൈസ് വലുതാക്കും. സ്പേസ് ഉണ്ട്. ഇനി ഇതിലേക്ക് ഓരോ ടെക്സ്റ്റുകൾ നമ്മൾ ആഡ് ചെയ്യാണ്. ഇതുപോലെ ഓരോ ടെക്സ്റ്റുകൾ ആഡ് ചെയ്ത് അതിന് ഫോണ്ടുകളും കളറുകളൊക്കെ ചേഞ്ച് ചെയ്ത് കറക്റ്റ് പ്ലേസിൽ പ്ലേസ്മെൻറ്റ് ചെയ്യുകയാണ്. ഇനി ആവശ്യമുള്ള ടെക്സ്റ്റുകൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ആഡ് ചെയ്ത് വരുന്നു. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്ത് 2026 ഏപ്രിൽ ബുധൻ എന്നുള്ളത് ഡേറ്റ് അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഡേറ്റ് ഇച്ചിരി നമ്മൾ ബോൾഡാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ലെയറായിട്ടാണ് ചെയ്തത്. അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ താഴെ ഒരു ഷേപ്പ് കൊടുക്കാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഷേപ്പ് റെക്റ്റാങ്കിൾ
അതിനൊന്ന് ചെറുതാക്കി എടുക്കാം. അതിന് നമ്മളൊരു യെല്ലോ കളർ കൊടുക്കുന്നത്, അത് കൊടുത്തു. നേരെ ലെയറിന് താഴേക്ക് കൊണ്ടുവന്നു. അതിൻ്റെ ബോർഡറൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒരു 3 നോക്കാം. ആ സെക്ഷനും തീർന്ന്. ഇനി നമുക്ക് സമയം കൊടുക്കാം. സമയം പറയുമ്പോൾ ഈ ടെക്സ്റ്റ് നമ്മൾ വൈറ്റ് കളറാണ് കൊടുക്കുന്നത്. അത് കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ടെക്സ്റ്റ് സമയം കൊടുക്കണം. ടെക്സ്റ്റ് കൊടുത്ത് അതും ആഡ് ചെയ്ത് അതിനും വൈറ്റ് കളർ കൊടുത്തു. പക്ഷെ അതിനൊന്ന് ബോൾഡ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ടെക്സ്റ്റ് നമ്മൾ ബോൾഡ് ചെയ്തിട്ടില്ല, അതിന് ടെക്സ്റ്റ് ഒന്ന് ബോൾഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതും സെറ്റായിട്ടുണ്ട് അവിടെ. ഇനി നമ്മൾ അടുത്ത സെക്ഷൻ വീണ്ടും ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അങ്ങനെ അതും ആഡ് ചെയ്തു. സൈസൊക്കെ ഒന്ന് വലുതാക്കി അതിന് ബ്ലാക്ക് കളർ തന്നെ നിലനിർത്തുകയാണ് നമ്മൾ. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അതിന് ഇച്ചിരി ഒന്ന് വലുതാക്കി ബോൾഡ് എഫക്റ്റും കൊടുത്ത് അതിനെ നമ്മളവിടെ പ്ലേസ്മെൻറ്റ് ചെയ്തു. അങ്ങനെ ആ സെക്ഷൻ അവിടെ തീർന്ന്. പിന്നീട് നമ്മൾ ഒരു ഷേപ്പ് കൂടെ എടുക്കുകയാണ്. ഷേപ്പ് എടുത്ത് ടെക്സ്റ്റ് എടുത്ത് റെക്റ്റാങ്കിൾ എടുത്ത് അതിന് ഫുൾ ലെങ്ത് ആക്കി അതിന് നമ്മളൊരു യെല്ലോ കളർ എടുത്ത് ഇതിന് അതിലേക്ക് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അങ്ങനെ ആ ടെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്തു. അതിന് നമ്മളൊരു ഗ്രീൻ കളർ കൊടുക്കണം. എന്നിട്ട് അതിനത് നമ്മൾ അതിൻ്റെ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യാം. സൈസൊക്കെ ഒന്ന് വലുതാക്കി അതിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് ഫിക്സ് ചെയ്തു. അങ്ങനെ ആ സെക്ഷൻ തീർന്നു. ഇനി നമ്മൾ ഷേപ്പുകൾ വീണ്ടും കൊണ്ടുവരികയാണ്. നമ്മൾ ഇമേജൊക്കെ ആഡ് ചെയ്യണം. അതിനുവേണ്ടി ടെക്സ്റ്റ് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഷേപ്പ് ആഡ് ചെയ്ത് നമ്മൾ റെക്റ്റാങ്കിൾ എടുത്ത് നമുക്ക് ആവശ്യമുള്ള സൈസിലേക്ക് ഇതിനെ കൊണ്ടുവന്നു. അതിനും ഒരു ഗ്രീൻ കളർ കൊടുത്ത് അതിൻ്റെ സൈഡ് നമ്മളൊന്ന് ബോർഡർ ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന് ക്ലിക്ക് ചെയ്തു നമ്മൾ ഇൻഡിവിജ്വലിൽ പോയി ഇൻഡിവിജ്വലിൽ ടോപ്പ് റൈറ്റിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കി. ഒരു 40 കൊണ്ടുവച്ചു. ഓക്കെ, 40 സെറ്റാണ്. 40 വെച്ച് ഒന്നുകൂടി ഒന്ന് വീതി കൂടും. ഓക്കെ, അപ്പോൾ ഈ ലെവലിലൊന്ന് സെറ്റ് ചെയ്ത് പിന്നീട് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് അതിന് വൈറ്റ് കളർ കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ച് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് ചെറിയൊരു എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനെ ആദ്യത്തെ ഷേപ്പിൻ്റെ താഴേക്ക് കൊണ്ടുവന്നു. പിന്നീട് ഒരു ഷേപ്പ് കൂടെ പ്ലസ് ബട്ടൺ ചെയ്ത് പ്ലസ് ഷേപ്പ് എടുത്തു. ഈ ഷേപ്പിനെ അതേ സൈസിലേക്ക് കൊണ്ടുവരികയാണ്. സൈസ് കുറച്ച് വീതി കുറച്ച് യെല്ലോ കളർ കൊടുത്ത് ഏകദേശം ഇതിന് സൈസായ രീതിയിൽ വെച്ചു. ഓക്കെ, ആ ലെവലിലെത്തി. ഇനി ഇതിലേക്ക് നമ്മൾ ഇമേജ് ആഡ് ചെയ്യണം. ഇമേജ് ക്ലിക്ക് ചെയ്തു ഇമേജ് നമ്മൾ ആഡ് ചെയ്ത് ഇമേജിനെ നമ്മൾ കറക്റ്റ് സ്കെയിൽ ടൂളൊക്കെ ഉപയോഗിച്ച് ചെറുതാക്കി
മോൾ ടൂൾ ഉപയോഗിച്ച് അതിൻ്റെ കറക്റ്റ് പ്ലേസിലേക്ക് നമുക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഇമേജിനെ നമ്മൾ കറക്റ്റ് സൈസൊക്കെ ചെയ്ത് പ്ലേസ്മെൻറ്റ്. ഇനി നമ്മൾ പേര് കൊടുക്കുകയാണ്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റിൽ പേരും ഇവിടെ കൊണ്ടുവന്നു. അതും ഒന്ന് സൈസൊക്കെ ചെറുതാക്കി അതിൻ്റെ സൈസിലേക്ക് വെച്ചു. ഇനി നമ്മൾ സൈഡ് കൊടുത്ത യെല്ലോ ഷേപ്പിലേക്ക് നമുക്ക് ടെക്സ്റ്റ് കൊണ്ടുവരാണ്ട് അതും എടുത്ത് ടെക്സ്റ്റ് എടുത്ത് അത് നമ്മൾ കൊണ്ടുവന്നു. ടെക്സ്റ്റ് അതിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാണ്. റൊട്ടേറ്റിംഗ് ടൂൾ ഉപയോഗിച്ച് ഒരു 270 കൊണ്ടുവന്നു. ഇനി നമ്മളതിനെ സൈസൊക്കെ ചെറുതാക്കി ആ ഷേപ്പിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഈ സെക്ഷൻ സെറ്റായി. ഇനി ഇതിനെ ലോങ് പ്രസ് ചെയ്ത് ഇതെല്ലാം സെലക്ട് ചെയ്യുക. നമ്മൾ ആ ഫയലുകളെല്ലാം സെലക്ട് ചെയ്ത് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് നേരെ സൈഡിലേക്ക് കൊണ്ടുവന്നു. ഇനി നമ്മൾ ഇമേജ് ചേഞ്ച് ചെയ്യണം. ആദ്യം രണ്ടാമത്തെ ആളെ ഇമേജ് കൊണ്ടുവരാൻ ഗാലറിയിൽ പോയി അതും നമ്മൾ ചേഞ്ച് ചെയ്തു. ഇനി നമുക്ക് കുറച്ചുകൂടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ ടെക്സ്റ്റ് അങ്ങനെ ആഡ് ചെയ്ത് അതിന് വേണമെങ്കിൽ ഫോണ്ടൊക്കെ ഒന്ന് മാറ്റാം. ഫോണ്ടൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ അങ്ങനെ ഫോണ്ടൊക്കെ നമ്മൾ ഒരു ഫോണ്ടൊക്കെ സെലക്ട് ചെയ്തു, അതും ആഡ് ചെയ്തു. ഇനി നമുക്ക് കൊണ്ടുവരാനുള്ള ഇതിലേക്ക് ഒരു ഷേപ്പും കൂടെ എടുത്ത് താഴേക്ക് കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് വലുതാക്കി നമ്മൾ യെല്ലോ കളർ കൊടുത്ത് നമ്മളതിനെ റെഡ്യൂസ് ടൂൾ എടുത്ത് ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ട് അതിനെ സെൻറ്ററിൽ അലൈൻമെൻറ്റ് ചെയ്ത് വെച്ചു. ഇനി അതിലേക്കുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്യാം. നമ്മൾ ടെക്സ്റ്റും ആഡ് ചെയ്തു. അതിനും നല്ലൊരു ഫോണ്ട് കൊടുക്കുകയാണ്. ഫോണ്ട് ക്ലിക്ക് ചെയ്ത് ഒരു ഫോണ്ടും കൊടുത്തു. നിങ്ങളുടെ കയ്യിലുള്ള നല്ല നല്ല ഫോണ്ടുകളൊക്കെ ഉപയോഗിക്കുക. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് മജ്ലിസ് നൂർ അതുപോലത്തെ സ്കൂളിലെ വർക്കുകൾ, മദ്രസയിലെ വർക്കുകളൊക്കെ നമ്മളെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് സിമ്പിളായിട്ട് നല്ല അടിപൊളി രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് വർക്ക്? സിമ്പിൾ അല്ല? ഇതൊക്കെ പോസ്റ്റർ നമ്മൾ ഓരോ പോസ്റ്റർ കാണുമ്പോൾ അതൊരു സംഭവമായിട്ട് തോന്നും. പക്ഷെ സിമ്പിൾ വർക്കുകളാണ്. ഓരോ ഷേപ്പുകളും ഓരോ ടൂളുകളും ഉപയോഗിച്ച് സിമ്പിളായിട്ട് നമ്മൾ പോസ്റ്റർ ഉപയോഗിച്ച് നമുക്ക് ഇത് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും നല്ലോണം ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് നമ്മൾ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് മുന്നോട്ട് നമ്മളെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകും. അടുത്ത വീഡിയോയിൽ വീണ്ടും